പാർട്ട് 2 ഓഫ് മൈ സൺഡേ വ്ളോഗ്. അങ്ങനെ നല്ല ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ സുഖമായിട്ട് കുറേ നേരം വീണ്ടും കിടന്നുറങ്ങി. പൊതുവേ സൺഡേസിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. സോ പതിവ് തെറ്റിക്കാതെ ആ കലാപരിപാടികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ പപ്പായ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിന് സ്യൂട്ടായ പോലെയാണ് തോന്നിയിട്ടുള്ളത്. വലിയ റാഷസും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു സ്ക്രബ് യൂസ് ചെയ്യാനുള്ള കാര്യം, എനിക്ക് ഫേസിൽ അത്യാവശ്യം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ പോകാനും പിന്നെ ചെറിയ ചെറിയ പിമ്പിൾസും ഉണ്ട്. അതൊക്കെ പോകാനായിട്ട് ഇത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീക്ക്ലി വൺസ് മാത്രമേ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു ചെറിയ പാക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോകാനും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പാക്ക് ഇടുന്നത് നല്ലതാട്ടോ. ഈ ബീറ്റ്റൂട്ടിൻ്റെയും മുൾട്ടാണിമിറ്റിയുടെ യൂസസ് അറിയാലോ, ഫേസൊക്കെ നല്ല ബ്രൈറ്റാക്കി ടാനൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസിങ് മസ്റ്റ് ആട്ടോ. അതാരും സ്കിപ്പ് ചെയ്യരുത്. സോ അത്രയേ ഉള്ളൂ. ബൈ.